നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചതിക്കുന്നുണ്ടോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ മാക്സിമം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ പേഴ്സണൽ ആയിട്ടുള്ള എന്ത് ഇഷ്യൂസ് ആണെങ്കിലും അതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ എനിക്ക് നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് ബ്ലോക്കേജ് ആണെങ്കിലും അതിനൊരു പരിഹാരം പറഞ്ഞു തരാനും സാധിക്കുന്നതാണ്, ഗൈഡൻസും തരാൻ സാധിക്കുന്നതാണ്. പിന്നെ പരിഹാരത്തിനായിട്ട് റിച്വൽസും ഒക്കെയാണ് നൽകുന്നത്, പേഴ്സണൽ റിച്വൽസ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 6 of Wands, 8 of Cups, Ace of Wands, Justice, the World card, the Moon card, the Hanged Man, the Fool card, Queen of Cups, 10 of Swords, Knight of Swords, 7 of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 9 of Wands ആണ്. ഇവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളെന്ന വ്യക്തി ഒരു നിരാശയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ഒരു ദുഃഖം അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കുറച്ചൊരു പ്രതീക്ഷയായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ ജീവിക്കാൻ പഠിച്ചു, ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു, നിങ്ങൾക്ക് സന്തോഷം കിട്ടി എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ ആ ഒരു വ്യക്തിയിൽ വെച്ചതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ദിവസത്തെ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ആ ഒരു വ്യക്തിയിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനർജി ഇങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നപ്പോൾ, ഇത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ പ്രണയിക്കുന്നവരാവാം, ഏത് തരം റിലേഷൻഷിപ്പും ആവാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകിയതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്നു. അതുപോലെയുള്ള ഓരോരോ വേർഡ്സും സെൻറ്റൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ശരിക്കും നിങ്ങളൊരു ഡ്രീം വേൾഡിൽ എത്തിക്കാൻ ഈ ഒരു പേഴ്സണിന് സാധിച്ചതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത്, ശരിക്കും നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഒരു മായാലോകം ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. ഒരിക്കലും നിങ്ങളതിൽ വിശ്വസിക്കരുതായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആക്ച്വലി ആ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആ ഒരു വ്യക്തി പല കാര്യത്തിലും നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് കുറച്ചു കാലമായിട്ട് നിങ്ങളെ ഒരുപാട് കാര്യത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെടുത്ത് സ്നേഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പെരുമാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ആരെയൊക്കെയോ ആ ഒരു വ്യക്തി ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെയൊക്കെയോ ഹൈഡ് ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നത്. ആരൊക്കെയോ ശ്രദ്ധിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ, ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ദിവസം നടന്നായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ വ്യക്തത വരുത്തൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങൾക്കാണ് അറിയാവുന്നത്. ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ട്, ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റ്യൂഷനെ വിശ്വസിക്കണം. ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്
എന്തെങ്കിലുമൊക്കെ ട്രിക്സ് യൂസ് ചെയ്തതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളുടെ സ്നേഹം ആ ഒരു വ്യക്തിക്ക് കിട്ടുവാനും നിങ്ങളിൽ നിന്നും പല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ട്രിക്സ് യൂസ് ചെയ്തതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കുറച്ചു കാലം സന്തോഷം അനുഭവിച്ചു. പക്ഷെ ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്നറിഞ്ഞൂടാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് തവണ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാക്കുന്ന എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ കുറച്ച് നാളായിട്ട് നിങ്ങളെ ഒട്ടും മനസ്സിലാവാത്ത രീതിയിലാണ് ആ ഒരു വ്യക്തി സംസാരിക്കുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും പല രീതിയിലുള്ള പെരുമാറ്റ രീതി നിങ്ങളുടെ അടുത്ത് പെരുമാറുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവുന്ന ഫീലിങ്സ് എന്ന് ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ആ ഒരു വ്യക്തി അതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ ഭാവിക്കുന്നു, നടിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നിവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തി ഇവിടെ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് തന്ന വാക്കിന് പ്രത്യേകിച്ച് ആ ഒരു വ്യക്തി വാല്യൂ കൊടുക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ചില രീതിയിലുള്ള പെരുമാറ്റവും ചില സിറ്റുവേഷൻസും ഒക്കെ ആ ഒരു വ്യക്തി വഴക്കിടാനും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സങ്കടപ്പെടുകയും ഒരു പക്ഷേ കരയുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് താൽക്കാലിക സന്തോഷത്തിനായിട്ട് നിങ്ങളുടെ അടുത്ത് പിന്നെയും പഴയ രീതിയിലുള്ള ഒരു സംസാരം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു വ്യക്തി നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും നിങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ സമാധാനം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു സമാധാനം കുറച്ച് നാൾ പിന്നെയും ലൈഫ് ലോങ് നീണ്ടു നിൽക്കും. പക്ഷെ പിന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമാധാനക്കേടും ഒരു നിരാശയും ഒരു സന്തോഷമില്ലായ്മയാണ് വരുന്നത്. നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ കണ്ടിരിക്കുന്നത് ഒരു ലോകമായിട്ടാണ്. അതായത് നിങ്ങളുടെ ലോകത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയുള്ളൂ, ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇവിടെ നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അത് സത്യമാണ്. കാരണം ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിച്ച ആ ഒരു സ്നേഹത്തിലും ഒക്കെ നിങ്ങൾ വിശ്വസിച്ച് പോയി. ഇപ്പോൾ നിങ്ങൾ അതേ രീതിയിലുള്ള സ്നേഹം കൊടുക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് അത് ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ഇവിടെ നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നതായിട്ട് ഇവിടെ തോന്നുന്നുണ്ട്. അത് സത്യം തന്നെയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇത്രയും കാലം എന്തായിരുന്നു ആ ഒരു വ്യക്തിയുടെ ഫേസ് റിവീൽ ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു വ്യക്തി എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അറിയാത്ത മറ്റൊരു ഫേസ് ആ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യമൊക്കെ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട സമയത്ത് നിങ്ങളൊരു മാനസിക വിഷമം അനുഭവിച്ചിരുന്നല്ലോ. അതിനേക്കാൾ വലിയൊരു ദുഃഖം നിങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലാണ് നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത്, സന്തോഷം കണ്ടെത്തുന്നത് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് അത് നിർത്താനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഈ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യാൻ കൊള്ളില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത്രയൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ട് ആ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യണ്ട. ഇവിടെ നിങ്ങൾ ശരിക്കും ആ ഒരു ആത്മാർത്ഥമായിട്ട് ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് സ്നേഹം കൊടുക്കും തോറും നിങ്ങൾക്ക് മാനസിക ദുഃഖം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു തകർന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ഭഗവാൻ കാണുന്നുണ്ട്, യൂണിവേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ദുഃഖമാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്നത്, അതിനേക്കാൾ ഒരു 100 മടങ്ങ് ഇരട്ടി ദുഃഖം ഈ ഒരു പേഴ്സൺ, നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അനുഭവിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഏത് സന്ദർഭത്തിലും നിങ്ങളെ ഈശ്വരൻ പ്രൊട്ടക്റ്റ് ചെയ്യും.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സ്നേഹിക്കുന്ന അത്രത്തോളം ഡീപ്പായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങളെ ഒരുപക്ഷെ ചതിക്കാനുള്ള ഒരു ടെൻഡൻസി ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാവാം. ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നത് കണ്ണടച്ചിട്ട് ആ ഒരു വ്യക്തിയെ വിശ്വസിക്കരുത്, ആ ഒരു വ്യക്തിയുടെ വാക്കുകളൊന്നും വിശ്വസിക്കരുത്, നിങ്ങളൊരിക്കലും മണ്ടത്തരം കാണിക്കരുത് എന്നൊക്കെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. മുന്നും പിന്നും ഒന്നും നോക്കാതെ ആ ഒരു വ്യക്തിയുടെ വാക്ക് കേട്ടിട്ട് ഒരു കാര്യം എടുത്തു ചാടി ചെയ്യരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഒബ്സർവ് ചെയ്യുക, വ്യക്തമായിട്ടൊന്ന് നിരീക്ഷിക്കുക എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, ആ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണോ, അതോ അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് ലൈഫ് ലോങ് നീണ്ടു നിൽക്കുമോ, ഈ ഒരു വ്യക്തിക്ക് അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും അത് തരാൻ സാധിക്കുമോ, ഇതൊക്കെ നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി ഓർക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, നിങ്ങൾ ഇമോഷണലി ഒരുപാട് ഡൗൺ ആവരുത്. ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത് ഒരു സ്ത്രീയുടെ എനർജിയാണ്. അതായത് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഒരു പുരുഷനായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഇനിയും ആ ഒരു വ്യക്തിയുടെ വാക്ക് കേട്ടിട്ട് വിശ്വസിക്കാതിരിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അവസ്ഥ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ആവാൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലില്ലെങ്കിൽ നിങ്ങൾക്ക് മരിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് വരുന്നത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലിങ്, ആരുമില്ലാതെ ഒറ്റപ്പെട്ട ഒരവസ്ഥ, ഈ ഒരു അവസ്ഥയിൽ കൂടി ആവാം നിങ്ങളിപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ കാണുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ കോണ്ടാക്റ്റിലും ഉണ്ടാവാം. എന്നിരുന്നാൽ പോലും ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് അനുഭവിക്കുന്നു. ഒരുപാട് പെയിനാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ നിങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾ കൊടുക്കുന്ന അത്ര ഒരു പ്രാധാന്യം ആ ഒരു വ്യക്തി ഇവിടെ നിങ്ങൾക്ക് തരുന്നതായിട്ടും ഇവിടെ കാണുന്നില്ല. ഇവിടെ ആ ഒരു വ്യക്തിയുടെ ലോകത്തിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ലോകത്ത് ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഇതാണ് ഇത്രയേറെ നിങ്ങൾക്ക് ഒരു വിഷമം, ഒരു പെയിൻ നിങ്ങൾ അനുഭവിക്കാനുള്ള റീസൺ ആയിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു വിഷമം, ഈ ഒരു സങ്കട അവസ്ഥ ആരുടെത്തെങ്കിലുമൊക്കെ നിങ്ങളിപ്പോൾ ഷെയർ ചെയ്താലും ഒരുപക്ഷെ അവർക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പോലും നിങ്ങളിപ്പോൾ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പോലും ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവുകയാണെങ്കിൽ തന്നെ മനസ്സിലായില്ല എന്ന് നടിക്കും. കാരണം നിങ്ങളുടെ വിഷമത്തിനൊന്നും അത്രയേറെ പ്രാധാന്യം ആ ഒരു വ്യക്തി കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഒരു പ്രസൻസ്, ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്നേഹം, അതിപ്പോൾ ഫേക്ക് ആണെങ്കിലും റിയൽ ആയിരുന്നെങ്കിലും ആ ഒരു സ്നേഹം, ആ ഒരു താല്പര്യം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമാണ് വ്യക്തമായിട്ട് അറിയാവുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുക. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിലൊന്ന് പുറത്തു പോവുകയാണെങ്കിൽ തന്നെയും ഇവിടെ ആരിൽ നിന്നൊക്കെയോ നിങ്ങളെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആരൊക്കെയോ കാണുമെന്ന ഭയത്താൽ നിങ്ങളെ കുറച്ച് നിങ്ങളുടെ അകൽച്ച പാലിക്കുന്നു. നിങ്ങൾക്ക് ഈയിടെയായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ കാര്യത്തിൽ ആക്ട് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒന്ന് നിരീക്ഷിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് പ്രശ്നം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ദാമ്പത്യ ജീവിതത്തിലെ കലഹം, ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നം, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, നിങ്ങളുടെ മണി ബ്ലോക്കേജ്, ഈ ഒരു പ്രശ്നമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം അത്യാവശ്യമായിട്ട് നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങളുടെ ലൈഫിലുള്ള ബ്ലോക്കേജ്, നിങ്ങൾ എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നതാണ്. ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് ഗൈഡൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാനും സാധിക്കുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക.
ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.